സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള LDF സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് പ്രതീക്ഷയേറി കേന്ദ്ര ഇടപെടൽ. പദ്ധതി ഇല്ലാതാക്കാൻ BJPയും കോൺഗ്രസും രാഷ്ട്രീയമായി ശ്രമിച്ചപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നിരന്തരമായ ഇടപെടലാണ് ഫലം കാണുന്നത്. DPR അടക്കം റെയിൽവേ ബോർഡ് പരിശോധിക്കുന്നതോടെ ബൃഹത്തായ പദ്ധതിക്ക് അനുമതി ലഭിച്ചേക്കും. ഗതാഗത രംഗത്തും വികസന രംഗത്തും ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ബൃഹത്തായ പദ്ധതിയാണ് സിൽവർ ലൈൻ. അതിവേഗപാതയോ അർദ്ധ അതിവേഗപാതയോ മറ്റ് സംസ്ഥാനങ്ങളിൽ ത്വരിതഗതിയിൽ നിർമ്മാണം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ആവശ്യം രാഷ്ട്രീയക്കുരുക്കിൽ മുറുകിക്കിടക്കുകയാണ്. BJPയും കോൺഗ്രസും സിൽവർ ലൈൻ കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതും വികസനത്തെ പിന്നോട്ടടിപ്പിച്ചു. എന്നാൽ നിരന്തരമായ LDF സർക്കാരിന്റെ ഇടപെടൽ ഫലം കാണുന്നുവെന്ന വ്യക്തമായ സൂചനയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നത്. ദക്ഷിണ റെയിൽവേ വിളിച്ച MP-മാരുടെ യോഗത്തിൽ ജോംബിട്ടാസ് MPക്ക് നൽകിയ മറുപടിയും ശുഭപ്രതീക്ഷ നൽകുന്നു. സിൽവർ ലൈൻ കേരളം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലെന്നും നിരന്തരമായ ഇടപെടലുകളുടെ ഫലമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള അനുകൂല നിലപാടെന്നും ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ്. കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേ വകുപ്പുമാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം. അവർക്കതിന് ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം, മറ്റു കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാം. നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ഏതായാലും ഒരു ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം കേരളത്തിന് ആവശ്യമുണ്ട്. അത് എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളയിൽ ഒരിക്കലും കേരളത്തിൽ വരില്ലെന്നാണ് കോൺഗ്രസും BJPയും പ്രചരണം നടത്തുന്നത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിരവധി അതിവേഗ പ്രോജക്റ്റുകൾക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിയാണെങ്കിലും സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രത്തിൽ നിന്നും പച്ചക്കൊടി വീശുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. കൈരളി ന്യൂസ്, ദില്ലി.